നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിലേറെ കോളിളക്കമുണ്ടാക്കിയ കേസാണ് കണ്ണൂർ കണ്ണപുരം ചുണ്ടയിൽ റിജിത്ത് കൊലക്കേസ്. ചുണ്ടയിൽ CPM പ്രവർത്തകൻ റിജിത്തിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ മുഴുവൻ പ്രതികൾക്കും കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2005 ഒക്ടോബർ 3 നടന്ന കൊലപാതകത്തിൽ 19 വർഷത്തിന് ശേഷമാണ് ശിക്ഷാവിധി. എല്ലാ പ്രതികൾക്കും ജീവപര്യന്തത്തിന് പുറമെ 1 ലക്ഷം രൂപ പിഴയും വിധിച്ചു. ആകെ 10 പ്രതികളാണ് കേസിൽ ഉൾപ്പെട്ടിരുന്നത്. ഇതിൽ ഒരാൾ വാഹനാപകടത്തിൽ നേരത്തെ മരിച്ചിരുന്നു. വിധി വന്നപ്പോൾ നോക്കിക്കാണുന്നത് കുറച്ച് കാലതാമസം ഉണ്ടായി എന്നുള്ളത് കാണുന്നുണ്ട്, പ്രയാസം ഉണ്ട്. പക്ഷേ അത് ഏതെങ്കിലും ഒരു സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വശകായിട്ടൊന്നും കാണുന്നില്ല. വളരെ സന്തോഷം, വളരെ തൃപ്തികരമായിട്ടുള്ളൊരു വിധിയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. പ്രതികൾക്ക് വധശിക്ഷയാണ് പ്രതീക്ഷിച്ചിരുന്നതെന്നാണ് റിജിത്തിന്റെ കുടുംബത്തിന്റെ പ്രതികരണം. എന്നാൽ CPM നൽകിയ ലിസ്റ്റ് പ്രകാരം അന്വേഷണ സംഘം പ്രതികളെ കുടുക്കിയതെന്നാണ് BJPയുടെ ആരോപണം. വധശിക്ഷ തന്നെ പ്രതീക്ഷ. ഒരിക്കലും അവർ പുറത്തു വരാൻ പാടില്ല. അവിടെ നിന്ന് അവരുടെ ജീവിതം തീരണം. അതാണ് എനിക്ക് വേണ്ടത്. എൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകിയ വെള്ളത്തിന് എൻ്റെ മനസ്സിൻ്റെ തകർച്ച എല്ലാ അമ്മമാർക്കും അനുഭവിക്കാൻ ഇടവരട്ടെ. ഇതിനു വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും കൊലക്കത്തിയെടുക്കാനും പാടില്ല, കൊല ചെയ്യാനും പാടില്ല. അന്ന് CPMന്റെ ആളുകൾ കൊടുക്കുന്ന ലിസ്റ്റിനനുസരിച്ച് പ്രവർത്തകർ പ്രതിയാക്കുന്ന രീതിയായിരുന്നു അന്ന് കണ്ണൂർ ജില്ലയിലെ പോലീസിനെ രീതി. CPM 5 വർഷക്കാലം മാറി മാറി ഭരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിരപരാധികളായ ആളുകളെ പേരിലാണ് കേസ് കെട്ടിച്ചമച്ചിരിക്കുന്നത്. പെരിയാർ കേസിന് പിന്നാലെയാണ് മറ്റൊരു രാഷ്ട്രീയ കൊലപാതക കേസിലും വിധി വരുന്നത്. വിശദാംശങ്ങളുമായി KB ബൈജു ചേരുന്നുണ്ട്. ബൈജു, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറെ കോളിളക്കമുണ്ടാക്കിയ കേസാണിത്. 19 വർഷത്തിന് ശേഷം കേസിലെ പ്രതികൾക്കെല്ലാം ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. എന്നാൽ ഈ കുടുംബത്തിന്റെ പ്രതികരണം ഈ വിധിയിൽ അത്ര തൃപ്തരല്ല. വധശിക്ഷയാണ് പ്രതീക്ഷിച്ചതെന്നാണ്. പ്രോസിക്യൂഷനും പ്രതിഭാഗവും വിധിയോട് പ്രതികരിച്ചത് എങ്ങനെയാണ്? തീർച്ചയായും ടോമെ, ഈ പുതുവർഷം പിറന്നതോടുകൂടി ഇത് 2ാമത്തെ രാഷ്ട്രീയ കൊലപാതക കേസിലാണ് ഇപ്പോൾ വിധി വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനം, ഇതിലെല്ലാം അമ്മമാരുടെ വലിയ കണ്ണീരുണ്ട്, വലിയ കാത്തിരിപ്പുണ്ട്. അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇത് ചുണ്ട തച്ചൻകണ്ടിയിൽ നടന്ന, ക്ഷേത്രത്തിനടുത്ത് നടന്ന ഒരു കൊലപാതകം, അങ്ങേയറ്റം ക്രൂരമായ ഒരു കൊലപാതകം. 25 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന റിജിത്തിനെ ആ സമയത്ത് വെട്ടി കൊലപ്പെടുത്തുന്നു. ഈ കേസിൽ ഇപ്പോൾ VV സുധാകരൻ, KT ജയേഷ്, CP രഞ്ജിത്ത്, IV അനിൽ, VV ശ്രീകാന്ത്, VV ശ്രീജിത്ത്, PP രാജേഷ്, TV ഭാസ്കരൻ എന്നിവരെയാണ് ഇത്തരത്തിൽ 9 പേരെയാണ് ഇത്തരത്തിൽ ശിക്ഷിച്ചത്. ഇതിൽ KT അജേഷ് നേരത്തെ തന്നെ ഒരു വാഹനാപകടത്തിൽ, അതായത് 2 വർഷം മുൻപ് നടന്ന ഒരു വാഹനാപകടത്തിൽ ഇയാൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ അമ്മയുടെ ഒരു വാക്കുകൾ എടുത്താൽ ഇനി ഒരു മക്കൾക്കും ഈ ഒരു ഗതി ഉണ്ടാവരുത് എന്നാണ് ആ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതേ വിഷയം ചർച്ചയ്ക്കെടുത്തതാണ്. ആ സമയത്ത് ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയപ്പോൾ അമ്മ വലിയ തോതിൽ വൈകാരിക രംഗങ്ങളായിരുന്നു തലശ്ശേരി കോടതി പരിസരത്ത് ഉണ്ടായിരുന്നത്. അമ്മ വളരെ വൈകാരികമായി അവിടെ പ്രതികരിച്ചു. ആ അമ്മ പറഞ്ഞത് വധശിക്ഷ തന്നെ ഇവർക്ക് പ്രതികൾക്ക് ലഭിക്കണമെന്നായിരുന്നു. എന്തായാലും വിധിയിൽ ആശ്വാസമുണ്ട് എന്നാണ് അമ്മ പറയുന്നത്. അപ്പോഴും ഇവർക്ക് വധശിക്ഷ നൽകണമായിരുന്നു എന്ന ഒരു അഭിപ്രായമാണ് അമ്മ പറഞ്ഞത്. എന്തായാലും ആ അമ്മ പറഞ്ഞത് ഈ 25 വയസ്സ് പ്രായമുണ്ടായിരുന്ന തങ്ങളുടെ കുടുംബത്തിന് അത്താണിയാവേണ്ട ഒരു മകനെയാണ് ഇത്തരത്തിൽ കൊലപ്പെടുത്തിയത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ കേസിലെ 2 പ്രതികൾ ഇവരുടെ വീട്ടിൽ സ്ഥിരമായി എത്താറുള്ളതും ഒരുമിച്ച് കളിക്കുന്ന 2 പ്രതികളാണ്. അവർക്ക് എങ്ങനെയാണ് ഇത്തരത്തിലൊരു കൃത്യം ചെയ്യാൻ കഴിഞ്ഞതെന്നാണ് ഈ അമ്മ ചോദിച്ചത്. അത്തരത്തിൽ വലിയ തോതിൽ ഈ രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊലപാതകങ്ങൾ അത് വലിയ തോതിൽ തുടർച്ചയായി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. ഇത് നമുക്കറിയാം, നീണ്ട നിയമ പോരാട്ടമാണ്. 2005 നടന്ന ഒരു കൊലപാതകം 19 വർഷത്തിന് ശേഷം, അത്രയും നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ഇപ്പോൾ വിധി വരുന്നതും. എന്തായാലും ഈ കേസിൽ ഇപ്പോൾ അപ്പീൽ പോകുമെന്ന് BJP നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. ഇത് CPM കൊടുത്ത ലിസ്റ്റ് പ്രകാരം ഉണ്ടാക്കിയ പ്രതികൾ എന്നാണ് BJP ഈ കാര്യത്തിൽ പ്രതികരിച്ചത്. എന്തായാലും വളരെ നിസാരമായ ഒരു തർക്കത്തിന്റെ പേരിൽ അരുംകൊല നടത്തുക, ഇതിൽ 3 പേർക്ക് വെട്ടേൽക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ശാഖ നടത്തിപ്പുമായി ബന്ധപ്പെട്ട, ഈ ക്ഷേത്രത്തിനടുത്ത് ശാഖ നടത്തിപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്താൻ പ്രേരണയായത്. അതിനുശേഷം വലിയ തോതിൽ ആ പ്രദേശം
പ്രദേശത്തൊക്കെ സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. വളരെ സമാധാനപരമായി ഉണ്ടായ ഒരു നാട്. അത് മാത്രമല്ല റിജിത്ത് അവിടെ നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു ഈ റിജിത്ത് എന്നാണ് പൊതുവെ ഉയരുന്നത്. കാരണം ഇന്നും ഒരുപാട് നാട്ടുകാർ ഈ വിധി കേൾക്കാൻ എത്തിയിരുന്നു. എന്തായാലും വധശിക്ഷ ലഭിക്കും എന്നായിരുന്നു കുടുംബം പ്രതീക്ഷിച്ചത്. ആശ്വാസം വിധിയിൽ എന്ന് മാത്രമേ അവർ പ്രതികരിച്ചിട്ടുള്ളൂ. വധശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയോടായിരുന്നു ഇവർ എത്തിയത്. ഇതിൽ കേസിൽ ഏറ്റവും പ്രധാനം ഈ 9 പേരെയും ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു എന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനം ഈ കൊലപാതകം, അതുപോലെ തന്നെ സംഘം ചേരൽ, ആക്രമിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമായിരുന്നു ഈ കേസ് എടുത്തിട്ടുള്ളത്. 26 സാക്ഷികൾ കൃത്യമായി ഈ കേസിൽ ഉണ്ടായിരുന്നു. അതുകൂടാതെ 50-ലധികം ശാസ്ത്രീയ തെളിവുകൾ അത്തരത്തിൽ പോലീസ് കൃത്യമായി അന്വേഷണം നടത്തി ഈ പ്രതികളെ ഇത്തരത്തിൽ നിയമത്തിന് മുന്നിൽ വളരെ വൈകിയാണെങ്കിലും എത്തിച്ചു എന്നത് തന്നെയാണ് ഈ കേസിന്റെ പ്രത്യേകത. നമുക്കറിയാം ടോമെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് പെരിയ ഇരട്ട കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ആ 2 അമ്മമാരുടെ കണ്ണുനീർ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും കേരളത്തിൽ അമ്മമാരുടെ കണ്ണുനീർ ഇത്തരത്തിൽ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ആ അമ്മയ്ക്കും അതുപോലെ തന്നെ സഹോദരി ശ്രീജയും വളരെ വൈകാരികമായി തന്നെയാണ് പ്രതികരിച്ചത്. തങ്ങളുടെ എല്ലാമായ വീടിന് അത്താണിയാവേണ്ട ഒരാളെയാണ് ഇല്ലാതാക്കിയത്. അത് വളരെ നിസാരമായ ഒരു കാര്യത്തിന് ഈ തന്റെ സുഹൃത്തുക്കളായ ഈ വിജിത്തിനെയും അതുപോലെ തന്നെ വിമലിനെയും ആക്രമിക്കാൻ ഈ സംഘം എത്തിയപ്പോൾ അത് തടയാൻ ചെന്നപ്പോഴാണ് ഈ റിജിത്തിന് ഇത്തരത്തിൽ ക്രൂരമായ വെട്ടേൽക്കുകയും കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അവിടെ നിന്ന് തന്നെ മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ആ കാര്യത്തിൽ ഏറ്റവും ആ നാട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ട ഒരാളെയാണ് ഇത്തരത്തിൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. രാഷ്ട്രീയത്തിന്റെ പേരിൽ, രാഷ്ട്രീയ പകയുടെ പേരിൽ കൊലപാതകങ്ങൾ, അത്തരത്തിൽ കൊലപാതകങ്ങൾക്കുള്ള കൃത്യമായ മെസ്സേജ് അത് തന്നെയാണ് ഈ വിധിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പ്രതിയെ പോലും വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഈ കേസിലെ 10 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഈ കേസിൽ വിധി വരുന്നത് 2005 നടന്ന ആ ക്രൂരമായ കൊലപാതകം. ഈ 19 വർഷത്തിനിടെ 5 ജഡ്ജിമാരാണ് ഈ കേസിൽ വാദം കേട്ടത്. എന്തുകൊണ്ടാണ് ഇത്ര അധികം ഈ കേസിന്റെ വിചാരണയും അതോടൊപ്പം ഈ ശിക്ഷാവിധിയും ഒക്കെ ഇത്രയധികം നീണ്ടുപോകാൻ കാരണമായത് ബൈജു? ടോമെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജഡ്ജിമാർ മാറി വരുന്നതാണ് പല കേസുകളിലും ഇത്തരത്തിൽ നീണ്ടുപോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടത്. അത് റിയാസ് മൗലവി കേസിലും നമ്മൾ കണ്ടതാണ്. വർഷങ്ങൾക്ക് ശേഷം 3-4 ജഡ്ജിമാർ വരുന്നു. പിന്നീട് അവർക്ക് ഈ കേസിനെ കുറിച്ച് പഠിക്കുമ്പോഴേക്കും ഇത് നീണ്ടുപോകുന്ന ഒരു സാഹചര്യം. ആ സമാനമായ അവസ്ഥയിൽ തന്നെയാണ് ഇവിടെയും ഉണ്ടായിരുന്നത്. ഈ കേസിൽ 5 ജഡ്ജിമാരാണ് ഇത്തരത്തിൽ മാറി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഓരോ ജഡ്ജിമാർ മാറുമ്പോഴും ഇതിന്റെ കേസ് പഠിക്കുന്നതും മറ്റുമായി ബന്ധപ്പെട്ട് നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ കേസിൽ അമ്മ ജാനകിയുടെ വാക്കുകൾ തന്നെയാണ് ഇന്ന് കേരളം വിതുമ്പലോടെ ആ സങ്കടത്തോടുകൂടി കേൾക്കാൻ കഴിയുന്നത്. അതിനപ്പുറം ഈ ശങ്കരൻ, ഈ റിജിത്തിന്റെ അച്ഛൻ ശങ്കരൻ ഈ ഇത്തരത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ട മകനെ കൊലപ്പെടുത്തിയവർക്കുള്ള ശിക്ഷ അത് കേൾക്കാൻ കാത്തിരിക്കാതെ 2 വർഷം മുൻപ് മരണപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഈ കുടുംബത്തിന് ഒരു അത്താണിയാവേണ്ട ഒരാളാണ് ഇത്തരത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ ഏറ്റവും പ്രധാനം ഇത്തരം കേസുകളിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ നിയമ നടപടികൾ, ഈ പ്രതികൾക്കുള്ള തക്കതായ ശിക്ഷ നൽകണമെന്നൊരു ആവശ്യം തന്നെയാണ് ഉയരുന്നത്. അത് പ്രത്യേകിച്ച് ഈ കൊലപാതക കേസുകളിലൊക്കെ പ്രതികൾ പിന്നീട് അപ്പീൽ പോയി അത് ഇനിയും നീണ്ടു പോകുന്ന നിയമ പോരാട്ടങ്ങൾ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ കേസുകളിലെല്ലാം കാണാൻ സാധിക്കുന്നത്. ഇനി ഈ പ്രതികൾ അപ്പീലിന് പോയി കഴിഞ്ഞാൽ അതും ഇനി കേസ് നീണ്ടുപോകും. ഇതിൽ ഏറ്റവും അവസാനമായ ഒരു ശിക്ഷ എന്നത് വളരെ പെട്ടെന്ന് വേണമെന്നൊരു ആവശ്യം തന്നെയാണ് ഉയരുന്നത്. എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളെല്ലാം പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയൂ. കൃത്യമായി ഈ തെളിവ് സഹിതം കൊണ്ടുവന്ന് ഇത്തരം പ്രതികൾക്ക് എതിരെ ശിക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരു പരിധിവരെ ഇത്തരം കൊലപാതകങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഉയരുന്ന അഭിപ്രായങ്ങൾ. എന്തായാലും ഒരു അമ്മയുടെ കൂടി കണ്ണുനീർ നമുക്ക് കാണേണ്ടി വരുന്നു. അത് ആ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ അമ്മ പറയുന്നതും അത് തന്നെയാണ്. ഇനി തങ്ങളുടെ മകനെ തങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല, പക്ഷേ മറ്റൊരു മക്കൾക്കും ഇത്തരം സാഹചര്യം അല്ലെങ്കിൽ ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് തന്നെയാണ് ആ അമ്മ പറയുന്നത്. അതുകൊണ്ടാണ് ഇത്തരം പ്രതികൾക്ക് വധശിക്ഷ തന്നെ ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ അവർ പങ്കുവച്ചത്. ഏതായാലും പ്രോസിക്യൂഷന് കൃത്യമായി ഇതിന്റെ തെളിവുകളെല്ലാം ഹാജരാക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് കേസിലെ മുഴുവൻ പ്രതികൾക്കും ഇത്തരത്തിൽ ഒരു ജീവപര്യന്തം തടവിന് ശിക്ഷ വിധിക്കുന്നത്. ഈ കേസിൽ 1, 4, 6, 10 പ്രതികൾക്ക് 3 വർഷം അധിക തടവ് കൂടി അനുഭവിക്കണം. ഇവർ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റിജിത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന 3 പേരെ വെട്ടിപ്പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൂടാതെ ഓരോ ലക്ഷം രൂപ വീതം ഇവർ പിഴയും ഈടാക്കണം. അത്തരത്തിൽ ഒരു ശിക്ഷ തന്നെയാണ് ഇന്ന് കോടതി
കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത്. അത് വധശിക്ഷ ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ അമ്മ കഴിഞ്ഞ ദിവസം ഈ കുറ്റക്കാരാണെന്ന് 9 പേരും കുറ്റക്കാരാണെന്ന ആ കോടതി കണ്ടെത്തലുണ്ടായ സമയത്ത് തന്നെ അമ്മ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആ അമ്മ അതുപോലെ തന്നെ സഹോദരി, ഒപ്പം ഒരുപാട് നാട്ടുകാർ, ഈ ചുണ്ടയിലെ ഈ കണ്ണവം സ്ഥലത്തെ ഒരുപാട് നാട്ടുകാർ ഈ വിധി കേൾക്കാൻ എത്തിയിരുന്നു. ഇന്നും അത്തരത്തിൽ നാട്ടുകാർ ഉൾപ്പെടെ ഈ വിധി കേൾക്കാൻ എത്തിയിരുന്നു. അത്രത്തോളം പ്രിയപ്പെട്ട ഒരാളെയാണ് തങ്ങൾക്ക് നഷ്ടമായത്. അതും 25 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നപ്പോഴാണ് ആ സംഭവം നടക്കുന്നതും. നമുക്കറിയാം ആ അമ്മയുടെ ദൃശ്യങ്ങളൊക്കെ കണ്ടാൽ നമുക്കറിയാം ആ അമ്മയുടെ എത്രത്തോളം നീണ്ട ഒരു കാത്തിരിപ്പാണെന്ന്. അത്രത്തോളം അമ്മയുടെ ഒരു കണ്ണുനീർ ഈ കേസിലുണ്ട്. വലിയ നീണ്ട നാളത്തെ നിയമ പോരാട്ടം, 19 വർഷം എന്ന് വെച്ചാൽ അത്രത്തോളം ഒരു നീണ്ട നിയമ പോരാട്ടമാണ്. അതിനൊടുവിലാണ് ഇത്തരത്തിലൊരു വിധി വരുന്നതും ഇവരെല്ലാം ഈ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുന്നു. എന്നാലും ഈ കേസിൽ BJP ജില്ലാ പ്രസിഡന്റ് രഞ്ജിത്ത് പ്രതികരിക്കുകയുണ്ടായി. അദ്ദേഹം വ്യക്തമാക്കിയത് ഈ നേരത്തെ ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. ബൈജു സൂചിപ്പിച്ചതുപോലെ നിരവധി അമ്മമാരുടെ കണ്ണീർ വീണിട്ടുണ്ട് ഈ അക്രമ രാഷ്ട്രീയം, കൊലപാതക രാഷ്ട്രീയം കാരണം. ഇത്തരത്തിലുള്ള കൊലപാതക രാഷ്ട്രീയത്തിനുള്ള താക്കീത് തന്നെയാണ് കണ്ണപുരം റിജിത്ത് കൊലക്കേസിലെ വിധി. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ വിധി വന്ന്, ശിക്ഷാവിധി വന്ന് ഒരാഴ്ച തികയും മുൻപാണ് റിജിത്ത് കൊലക്കേസിലും പ്രതികൾക്ക് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്.